ക്വസ്റ്റ്യൻ പേപ്പറിൽ BPCS 186 ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്. സെക്ഷൻ എയിൽ കമ്പയർ ബിറ്റ്വീൻ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഗ്യാസ് ആൻഡ് CAM കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ. സ്ട്രെസ് മോഡൽസ് ആണ് ഇത് രണ്ടും. കാനോണിൻ്റെ ഫൈറ്റ് ഓർ ബൈ ഫ്ലൈറ്റ് മോഡലും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം സീലിയുടെയും ഉണ്ട്. ഇത് നമുക്കിപ്പോൾ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം മാത്രം നമുക്ക് തൽക്കാലം നോക്കാം. എന്താണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം? ഇതിന് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇത് പറയുക. സ്റ്റേജ് 1 അലാം ആണ് സംഭവിക്കുക. ഒരു സ്ട്രെസ്സർ നേരിടുമ്പോൾ, ഫേസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വല് ആ സ്ട്രെസ്സറിന് എതിരെ ആ ഇൻഡിവിജ്വലിൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നു. സ്ട്രെസ് ഫാക്ടറിനെതിരെ യുവർ ബോഡി റിയാക്ട്സ് ടു ദ സ്ട്രെസ്. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നു. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനഫലം നമുക്കറിയാം. സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും 2 നെർവ് സിസ്റ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ആക്ടിവേറ്റ് ആണ്. അപ്പോൾ ഇതിൽ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട വരുന്ന നെർവ് സിസ്റ്റമാണ്. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി ചുരുങ്ങുക, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ശ്വാസം എയർവേസ് ഡൈലേറ്റഡ് ആവുക, മന്ദഗതിയിലാവുക, അതുപോലെ തന്നെ ലിവർ ഗ്ലൂക്കോസിൻ്റെ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഡൈജസ്റ്റീവ് സിസ്റ്റം അതിൻ്റെ പ്രവർത്തനങ്ങളെ സ്ലോ ആക്കുക. ഇങ്ങനെ സിമ്പത്തറ്റിക് സിസ്റ്റം ഈ സമയത്ത് ആക്ടിവേറ്റ് ആകുന്നു. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. സോ ഇനി സ്റ്റേജ് 1 കഴിഞ്ഞാൽ സ്റ്റേജ് 2 റെസിസ്റ്റൻസ്. സ്റ്റേജ് 1 അലാമിംഗ് സ്റ്റേജ് ആണ്. അതായത് നമ്മുടെ ഇൻഡിവിജ്വലിന് അറിയിപ്പ് നൽകുകയാണ്. നമ്മൾ ഇൻഡിവിജ്വല് ഒരു ബാലൻസ് അഥവാ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ട്രെസ് എടുക്കുന്നു, കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം എന്നുള്ള അലാമിംഗ് ആണ്. അതിനനുസരിച്ച് എല്ലാ ഹോർമോൺസും സെക്രേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് സ്റ്റേജ് 1. സ്റ്റേജ് 2 റെസിസ്റ്റൻസ് ആണ്. ഇൻഡിവിജ്വൽ പിന്നെയും ട്രൈ ചെയ്യുകയാണ്. സ്റ്റേജ് 1 ക്രോസ് ചെയ്തിട്ട് വീണ്ടും സ്ട്രെസ് ഫാക്ടർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് സ്റ്റേജിലേക്ക് കടക്കും. അപ്പോഴും കൂടുതൽ ബോഡി ഹോർമോൺസ് ആക്ടിവേറ്റ് ആവും. സ്ട്രെസ്സിനോട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും സസ്റ്റെയിൻഡ് റിലീസ് ഓഫ് കോർട്ടിസോൾ ഇൻ അറ്റംപ്റ്റ് ടു മെയിൻറ്റെയിൻ റൗസൽ. സ്ട്രെസ്സിന് കാരണമായ സ്റ്റിമുലി കൊണ്ടുണ്ടായ പ്രതിസന്ധി ഓവർകം ചെയ്യാനായിട്ട് വീണ്ടും മന്ദഗതിയിലായ ആക്ടിവിറ്റീസിനെ വീണ്ടും ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശ്രമം തുടരുന്നു. സ്റ്റേജ് 3യിലേക്കും ചിലപ്പോൾ കടന്നേക്കാം. അവിടെ കൊണ്ടും ഇൻഡിവിജ്വലിന് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്റ്റേജ് 3 എക്സോഷൻ്റെ സ്റ്റേജ് ആണ്. ബോഡിയുടെ റിസോഴ്സസ് എല്ലാം ഡിപ്ലീറ്റഡ് ആകുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം പോലും നിവർത്തികെട്ട് അതിനോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാകുന്നു. പ്രതിരോധ സംവിധാനം, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം പോലും തകരാറിലാകുന്നു. ഇതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നു എന്ന് പറയാം. സോ നമ്മൾ ഈ 3 സ്റ്റേജിനെയും അനലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഹാൻസ് സെയിലെയാണ് ഇതിനെ ഈ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം മുന്നോട്ട് വയ്ക്കുന്നത്. ഹാൻസ് സെയിലെ പുട്ട് ഫോർത്ത് ദ 3 സ്റ്റേജസ് ദാറ്റ് ആർ experienced by an individual when he or she is in a situation of stress. Stage 1. The first stage is that alarm reaction. ഒന്നാം സ്റ്റേജിനെ പറയുന്നത് അലാം റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഡിക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു സ്ട്രെസ്. സ്ട്രെസ്സിനോട് ചെറിയൊരു റെസിസ്റ്റൻസ് മാത്രമാണ് സ്റ്റേജ് 1 നടത്തുക. ഇത് ആദ്യം പറഞ്ഞ ഫൈറ്റ് ഓർ ബൈ ഫ്ലൈറ്റ് മോഡൽ പോലെയാണ്. അഡ്രിനാലിൻ ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ് അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടുക എന്നുള്ള രീതിയാണ്. ഡ്യൂറിംഗ് ദി സ്റ്റേജ് ദി ഓട്ടോണമിക് നെർവ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ആർ ആക്ടിവേറ്റഡ് ബൈ ദ ഹൈപ്പോതലാമസ്. ഓട്ടോണമിക് നെർവ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും എല്ലാം ആക്ടിവേറ്റ് ആകുന്നു സ്റ്റേജ് 1. ഹൈപ്പോതലാമസ് ആണ് അതിനെ ആക്ടിവേറ്റ് ആക്കുന്നത്. ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് ഹൈപ്പോതലാമസ്. ഫർദർ ദി ഇപ്പൈൻഫ്രൈൻ ആൻഡ് നോൺ ഇപ്പൈൻഫ്രൈൻ, അതായത് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് ഇപ്പൈൻഫ്രൈൻ ആൻഡ് നോർ ഇപ്പൈൻഫ്രൈൻ. അഡ്രിനാലിനും അഡ്രിനൽ ഗ്ലാൻസ് ആണ് പുറപ്പെടുവിക്കുന്നത്.
are released by the adrenaline glands. This can be termed as counter shock. ഇതൊരു കൗണ്ടർ ഷോക്ക് പോലെയാണ്. whereas the defense mechanism of the individual are activated. ഇൻഡിവിജ്വലിന്റെ ഡിഫൻസ് മെക്കാനിസം ഇവിടെ ആക്ടിവേറ്റ് ആവുന്നു. These defense mechanisms are activated as a result of enlargement of adrenocortical that leads to discharge of adrenaline. adrenocortical വികാസം എൻലാർജ്മെന്റ് സംഭവിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ശരീരത്തിലേക്ക് പുറത്തേക്ക് ഒഴുകുന്നു, ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദസ് ലീഡിങ് ടു ഇൻക്രീസ് ഇൻ ഫങ്ഷൻസ്. അപ്പോൾ കുറേ ബോഡി ഫങ്ഷൻസ് സ്പീഡ് അപ്പ് ആവുന്നു. റെസ്പിറേഷൻ, ശ്വസനം കൂടുതൽ വേഗത്തിലാവുന്നു. കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റി, ഹൃദയത്തിന്റെ പ്രവർത്തനം ഒക്കെ വേഗത്തിലാവുന്നു. ദസ് സിമിലർ ടു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, ദ ബോഡി ഈസ് പ്രിപ്പയർഡ് ടു ഫേസ് എനി ത്രെട്ടനിങ് സിറ്റുവേഷൻ. അപ്പോൾ ശരീരം ഏതൊരു ഭീഷണ സാഹചര്യത്തെയും നേരിടാൻ പര്യാപ്തമാകും. There is also increase in energy production. ശരീരത്തിലെ ഊർജ്ജോൽപാദനവും വർദ്ധിക്കുന്നു. As a result of this cortisol produced by adrenal glands. Adrenal glands പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോളിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് സംഭവിക്കുക. Adrenal glands are stimulated by adrenocorticotropic hormone. Adrenal glands എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ACTH അഥവാ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ കൊണ്ടാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഇത് പുറപ്പെടുവിക്കുന്നത്. പീയൂഷ ഗ്രന്ഥി, നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവിടെ ഈ നീല നിറത്തിൽ കാണുന്ന ഈ ഭാഗമാണ്. സോ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിന്ന് പുറപ്പെടുന്നത് നേരെ അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഈ കാണുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ് ദെൻ കോർട്ടിസോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് happened during this stage. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ the individual's body will transfer the energy from body systems that are not required to respond to. അപ്പോൾ ബോഡി സിസ്റ്റത്തിലെ എല്ലാ കാര്യത്തിനും എനർജി പോകില്ല. അത്ര അത്യാവശ്യമില്ലാത്ത കാര്യത്തിന്, ഉദാഹരണത്തിന് ഡൈജഷൻ, ഇമ്മ്യൂൺ സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡു നോട്ട് റിസീവ് എനി എനർജി ഡ്യൂറിങ് ദി സ്റ്റേജ്. അതിനൊന്നും ഈ സമയത്ത് എനർജി കിട്ടില്ല. അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രമാണ് ഈ സമയത്ത് എനർജി കിട്ടുക. സ്റ്റേജ് 1 അങ്ങനെയാണ്. സ്റ്റേജ് 2 ആണ് ഇനി അടുത്തത്. അപ്പോൾ സ്റ്റേജ് 1 സംഭവിക്കുന്നത് നമ്മൾ പറയുന്നു, അഡ്രിനൽ ഗ്ലാൻഡ്സ് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻക്രീസ് ഇൻ എനർജി പ്രൊഡക്ഷൻ സംഭവിക്കുന്നു. അഡ്രിനൽ ഗ്ലാൻഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ACTH ആണ്, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് അഡ്രിനൽ ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ അഡ്രിനൽ ഗ്ലാൻഡ്സ് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കോർട്ടിസോൾ എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോഴും പറയട്ടെ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില അപ്രധാനമായ നേരെ അത്യാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് എനർജി കിട്ടുന്നില്ല. അതാണ് സ്റ്റേജ് ഫംഗ്ഷൻ പറയുന്നത്. അതായത് ആ സമയത്ത് ബാഡ്ലി അഫക്റ്റഡ് ആകുന്ന ബോഡി ഫങ്ഷൻസ്, ഡൈജഷൻ ചിലപ്പം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്, പ്രധാനമല്ല എന്ന് വിചാരിക്കും, നോൺ എസെൻഷ്യൽ ആയിട്ട് വിചാരിക്കും. ഇമ്മ്യൂൺ സിസ്റ്റം ബോഡി അത്ര നോൺ എസെൻഷ്യൽ ആയിട്ട് കരുതില്ല. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഈ 3 കാര്യത്തിനും അന്നേരം എനർജി കിട്ടില്ല. ഇതാണ് ഇതിനെയൊക്കെ ബാഡ്ലി അഫക്റ്റഡ് ആകും. എന്നിട്ട് ബാക്കിയുള്ള എനർജി മുഴുവൻ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കൊടുക്കുക. സ്റ്റേജ് 1 എന്ന് പറയുന്ന അലാം സ്റ്റേജ് ആണ്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ബോഡി ഈസ് അവെയർ ഓഫ് ദ സ്ട്രെസ്. എനിക്ക് ജോലി നഷ്ടപ്പെടും എന്ന് മിസ്റ്റർ ജോ അറിയുന്നു. ജോ ഈസ് മെയ്ഡ് അവെയർ ദാറ്റ് ഹി കുഡ് ലൂസ് ഹിസ് ജോബ്. ഇത് അറിയുമ്പോൾ അയാൾക്ക് സ്റ്റേജ് 1 ആയി. അപ്പോൾ സ്റ്റേജ് 1 സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ. ഇനി സ്റ്റേജ് 2 അഡാപ്റ്റേഷൻ മാക്സിമം ആകുന്നതാണ്. ആൻഡ് ദ ഇക്വിലിബ്രിയം ഈസ് റിസ്റ്റോർഡ്. ബോഡിയുടെ ഇക്വിലിബ്രിയം റീസ്റ്റോർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ബോഡി ഇൻഡിവിജ്വൽ വീണ്ടും ട്രൈ ചെയ്യുന്നത്. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് the individual tries to resist to the stimuli that creates stress. സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റിമുലിയോട് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽ ട്രൈ ചെയ്യുന്നതാണ്. ഡ്യൂറിങ് ദി സ്റ്റേജ് എ ലോട്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ്. ഈ സ്റ്റേജിൽ ഒരുപാട് എനർജി നമുക്ക് ആവശ്യമുണ്ട്. സോ സം ബോഡി ഫങ്ഷൻസ് സച്ച് ആസ് ഡൈജഷൻ, ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഈവൻ റിപ്രൊഡക്ഷൻ സിസ്റ്റം ഡു നോട്ട് ഗെറ്റ് എനി എനർജി. ഫസ്റ്റ് സ്റ്റേജിലെ പോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അപ്പോൾ വേറെയും ബോഡി ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇൻക്രീസ്ഡ് പൾസ് റേറ്റ്, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഇൻക്രീസ്ഡ് ബ്രീതിങ് റേറ്റ്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ദിസ് ഈസ് ഫോർ റീസ്റ്റോറിംഗ് ദ ഇക്വിലിബ്രിയം. നമ്മുടെ ശരീരത്തിന്റെ ഇക്വിലിബ്രിയം അഥവാ ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ. എന്തായാലും ഈ സ്റ്റേജ് 2 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് സ്റ്റേജ് ആണ്. സ്റ്റേജ് 1 അലാമിംഗ് സ്റ്റേജ് ആണ്. സ്റ്റേജ് 2 റെസിസ്റ്റൻസ് സ്റ്റേജ് ആണ്. ബോഡി ട്രൈസ് ടു റിലീസ് നോറഡ്രിനാലിൻ ആൻഡ് അതർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു കോപ്പ് വിത്ത് ദ സ്ട്രെസ്സർ. ആ സ്ട്രെസ്സർ അഥവാ ഇത് സ്ട്രെസ്സിന് കാരണമായ ഫാക്ടർ, അതിനോട് പൊരുത്തപ്പെടാൻ, കോപ്പ് ചെയ്യാനായിട്ട് ബോഡി നോറഡ്രിനാലിനെയും മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയും ഒക്കെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇഫ് ദ സ്ട്രെസ് ഈസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ്,
എന്നിട്ടും ഈ ഘട്ടത്തിൽ പിന്നെയും സ്ട്രെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈവൺ ആഫ്റ്റർ ദ ഡിഫൻസ് മെക്കാനിസം ടേക്കൺ ബൈ ദ ബോഡി ഇൻ ദ സെക്കൻഡ് സ്റ്റേജിൽ ബോഡി എടുത്ത ഈ ഡിഫൻസ് മെക്കാനിസം കഴിഞ്ഞിട്ട് പിന്നെയും സ്ട്രെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദെൻ ദ ഇൻഡിവിജ്വൽ വിൽ എക്സ്പീരിയൻസ് ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ്. ഇൻഡിവിജ്വലിന് തേർഡ് സ്റ്റേജ് അഥവാ ലാസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് ആകും. ഡ്യൂറിങ് ദ ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റേജ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ, ഡിഗ്രി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ സ്ട്രെസ്സർ. ഇത് എത്ര നാൾ നിൽക്കും എന്നുള്ളത് ആ സ്ട്രെസ്സിങ് ഫാക്ടർ എത്രമാത്രം തീവ്രമാണ് എന്നതിനനുസരിച്ചിരിക്കും. ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഈസ് എക്സ്പോസ്ഡ് ടു ആസ് വെൽ ആസ് ദ കണ്ടീഷൻ ഓഫ് ദ ഇൻഡിവിജ്വലിന്റെ കണ്ടീഷനോടും ആശ്രയിച്ചിരിക്കും. വെൻ അയാൾ വളരെ വീക്കാണോ, അയാൾക്ക് അസുഖമുള്ള അവസ്ഥയാണോ, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ കണ്ടീഷൻ വളരെ സ്ട്രോങ് ആണോ വീക്കാണോ എന്നതിനേക്ക് ആശ്രയിച്ചും കൂടി ഇരിക്കും. when he or she is exposed to the stressor. സ്റ്റേജ് 3 എക്സോഷൻ ആണ് സംഭവിക്കുക. ബോഡി റിസോഴ്സസ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആവുന്നു. പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നു. അപ്പോൾ സംഭവിക്കുന്നത് നേരത്തെ സിമ്പത്തറ്റിക് സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇനി പാരസിമ്പത്തറ്റിക് സിസ്റ്റം ആണ് ആക്ടിവേറ്റ് ആവുക. പാരസിമ്പത്തറ്റിക് സിസ്റ്റം എന്താണ്? കണ്ണിന്റെ കൃഷ്ണമണിയുടെ കൺസ്ട്രക്ഷൻ, പീപ്പിൾ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു. ഹാർട്ട് ബീറ്റ് സ്ലോ ഹാർട്ട് ബീറ്റ് ആവുന്നു. എയർവേസ് കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു. ദെൻ ബ്ലഡ് വെസൽസിനും കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു. ദെൻ ലിവർ സ്റ്റിമുലേറ്റ് ബൈൽ റിലീസ് ഉണ്ടാക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്ടിവിറ്റി ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ഇങ്ങനെ ഓരോ സിസ്റ്റത്തിലും ഓരോ കാര്യം. എന്തായാലും സ്റ്റേജ് 3 എക്സോഷൻ ആണ് സ്റ്റേജാണ്, അതല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജാണ്. ഫീലിംഗ് ടയേർഡ് ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. ദെൻ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് വീക്കൻഡ്, സോ he may be more prone to getting sick. ഇമ്മ്യൂൺ സിസ്റ്റം വീക്കെൻഡ് ആയതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റേജ് 1 അലാമാണ്, ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. ആൻസൈറ്റി ഇൻ റെസ്പോൺസ് ടു എ സ്ട്രെസ്സർ. ഒരു സ്ട്രെസ്സർ അല്ലെങ്കിൽ സ്ട്രെസ്സിന് കാരണമായ ഫാക്ടറിനോടുള്ള പ്രതികരണം നേരിടും ആൻസൈറ്റി ആണ് ഇൻഡിവിജ്വലിൽ ഉണ്ടാവുക. സ്റ്റേജ് 2 റെസിസ്റ്റൻസ് ആണ്, കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ്, ലൈഫ് സ്ട്രെസ്സേഴ്സ് ആണ്. ഇനി സ്റ്റേജ് 3 എക്സോഷൻ ആണ്, അഥവാ ഡിപ്രഷനിലേക്ക് പോകുന്നു. ഫ്രൈഡ്മാൻ ആൻഡ് റോസ്മാൻ കാർഡിയോളജിസ്റ്റ് ഇത് 2016 ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹാർട്ട് ഡിസീസ് ഈസ് മോർ കോമൺ ഇൻ ടൈപ്പ് എ കൈൻഡ് ഓഫ് പീപ്പിൾ. ആംഗ്രി റെസ്പോണ്ട് സ്ട്രോങ്ലി ടു സ്ട്രെസ്സേഴ്സ്. ടൈപ്പ് ബിയിലുള്ള ആൾക്കാർ ഡോണ്ട് റെസ്പോണ്ട് ആസ് സ്ട്രോങ്ലി ടു സ്ട്രെസ്സേഴ്സ്. ഈ സ്ട്രെസ്സേഴ്സിനോട് അത്ര സ്ട്രോങ്ലി റെസ്പോണ്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സ്റ്റേജ് 1 എന്താണെന്ന് നമ്മൾ കണ്ടു. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇതുപോലെയാണ്. സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ്. ദ അഡാപ്റ്റേഷൻ ഈസ് മാക്സിമം and the equilibrium is restored. Maximum adaptation നടക്കുന്നു, equilibrium പരമാവധി restore ചെയ്യുന്നു. During this stage there is an adaptation on the part of the individual and he or she resist the stimuli that create stress. സ്ട്രെസ്സിന് കാരണമാകുന്ന സ്റ്റിമുലി അയാൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. Though resistance to other stimuli decreases. മറ്റ് സ്റ്റിമുലിയോടുള്ള റെസിസ്റ്റൻസ് കുറയുന്നു. During this stage as well a lot of energy is required. Thus non-essential functions related to digestion, immune system and even reproductive system do not receive any energy. അതാണ് സ്റ്റേജ് 3 the last stage is that of exhaustion where there is a collapse of adaptive mechanism. എല്ലാ അഡാപ്റ്റീവ് മെക്കാനിസവും തകരുന്നു. എക്സോഷൻ occurs, ആകെ ബോഡി ക്ഷീണിതമാകുന്നു. ആസ് എ റിസൾട്ട് ഓഫ് കൊളാപ്സ് ഇൻ അഡാപ്റ്റേഷൻ മെക്കാനിസംസ്. ബോഡി ഇതുവരെ സ്വീകരിച്ച 1ലും 2ലും സ്വീകരിച്ച അഡാപ്റ്റേഷൻ മെക്കാനിസം ആകെ തകർന്നത് കൊണ്ട്, കൊളാപ്സ് ആയതുകൊണ്ടാണ് ബോഡി എക്സോസ്റ്റഡ് ആവുന്നത്, പരിക്ഷീണിതമാകുന്നത്. ആൻഡ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ ഫിസിയോളജിക്കൽ റിസോഴ്സസ്. ശരീരത്തിന്റെ റിസോഴ്സസ് എല്ലാം ഡിക്രീസ് ആവുകയും ചെയ്യുന്നു. വെൻ ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് സ്ട്രെസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ഇൻഡിവിജ്വൽ സ്ട്രെസ് കുറേ നാളത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ ദ ഇൻഡിവിജ്വൽസ് ഫിസിയോളജിക്കൽ റിസോഴ്സസ് ഡിപ്ലീറ്റ്. ആ ഇൻഡിവിജ്വലിന്റെ ഫിസിയോളജിക്കൽ റിസോഴ്സസ് ഡിപ്ലീറ്റ് ആവുന്നു. ആൻഡ് ദിസ് ക്യാൻ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ഹെൽത്തിന് അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നു.